അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക്ക് 34. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വലോ സാലത്ത് ഹാദിഹിൽ മവാനിഉ. ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോയാൽ, ഹൈള്, നിഫാസ്, ഇഹ്മാ പോലത്തെ തടസ്സങ്ങൾ നീങ്ങിപ്പോയാൽ, ഏത് സ്ഥിതിയിൽ വബഖിയ മിനൽ വഖതി ഖദറു തക്ബീറത്തിൻ, സമയത്തിൽ നിന്ന് ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഖദർ ബാക്കിയാവും ചെയ്താൽ, കുറച്ച് സെക്കൻഡുകൾ ബാക്കിയായി, ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഇപ്പോൾ എത്ര ടൈമാണ്, ആ ടൈം ബാക്കിയാവും ചെയ്താൽ, വജബത്ത് തിൽക സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാകും. വല്ലത്തി കബലഹ, അതിൻ്റെ തൊട്ടുള്ള മുമ്പ് നിസ്കാരം നിർബന്ധമാവും. ഇൻ ജുമിഅത്ത് മഅഹ, ഈ നിസ്കാരം ആ നിസ്കാരത്തോടു കൂടി ജമാക്കപ്പെടുന്നതാണെങ്കിൽ. മനസ്സിലായില്ലല്ലോ? ഉദാഹരണം പറയും മനസ്സിലാവും. ഒരാൾക്ക് മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ഹൈള് നിന്നു, അല്ലെങ്കിൽ ബോധം തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ അസർ നിസ്കരിക്കണം. പിന്നെ അതിൻ്റെ തൊട്ടുമുള്ള നിസ്കാരം ഏതാ? ലോഹർ. ആ ലോഹറും അസറും തമ്മിൽ ജമാക്കപ്പെടാറുണ്ടോ? ജമാക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ലോഹറും നിസ്കരിക്കണം. ഇനി ഒരാൾക്ക് ഇശാഇൻ്റെ തൊട്ട് മുമ്പ് ഹൈള് നിന്നു, അല്ലെങ്കിൽ ബോധം തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതൊക്കെ നിസ്കരിക്കേണ്ടത്? മഗ്‌രിബ് നിസ്കരിച്ചാൽ മതി. അസർ നിസ്കരിക്കേണ്ട. കാരണം ഈ അസർ മഗ്‌രിബും തമ്മിൽ എന്താക്കപ്പെടാറില്ല? ജമാക്കപ്പെടാറില്ല. അതവിടെ പറഞ്ഞത്. മനസ്സിലായോ? വയുസ്തറത്തു ലി ഖുലൂവിൽ മാനിഇ, ഈ തടസ്സം നീങ്ങുന്നതെനിക്ക് ഷർത്താക്കപ്പെടും. മാ യസഉഹ വസ്തൊഹാറത്ത, നിസ്കാരത്തെ വിശാലമാവുന്ന സമയവും തൊഹാറത്തിന് വിശാലമാവുന്ന സമയവും ഷർത്താക്കപ്പെടും. വലോ ഹാലത്ത്, ഒരു പെണ്ണിനിക്ക് ഹയലായാൽ, ഔ ജുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്തായാൽ, ഔവലൽ വക്തിൻ്റെ തുടക്കത്തിൽ, എന്നാൽ വജബത്ത് തിൽക സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാകും. ഇനി അതറക്ക ഖദറൽ ഫർദിൻ്റെ ഖദറിനെ അവൻ എത്തിച്ചാൽ. മനസ്സിലായില്ല? പോകാൻ കൊടുത്തൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് പെണ്ണിനിക്ക് ഹയല തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരാൾക്ക് പോകാത്തിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫർദിൻ്റെ ഖദർ എത്തിച്ചോ. ഒരു 4 മിനിറ്റ് എത്തിച്ചോ. ഒരു ഉദാഹരണം പറയാം. ഫർദിൻ്റെ ഖദർ അത്ര അത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ആ നിസ്കാരം ഖളാ കൂട്ടണം. കുളിച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക? ബോധം തെളിഞ്ഞ ശേഷം ആ നിസ്കാരം എന്ത് ചെയ്യണം? ഖളാ കൂട്ടണം. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ആ ഒരാൾക്ക് വാങ്ങോട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിനെ അയാൾ തുടങ്ങി, അല്ലെങ്കിൽ ബോധം പോയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ടൈമില്ലല്ലോ, ഖദറെത്തിയില്ലല്ലോ. എന്നാൽ പിന്നെ നിർബന്ധവുമില്ല. ഇൻഷാ അല്ലാഹ് കേട്ട വക്കനെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.